ദീപിക എഴുതുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടെ അഭിപ്രായമല്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനും പാലയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജ്. ദീപിക സഭയുടെ പടവാളായി നിലകൊള്ളണം. 6 മാസമായി വീക്ഷണം ഏത്, ദീപിക ഏത് എന്ന് തിരിച്ചറിയാനാകുന്നില്ലെന്നും ദീപികയുടെ നിലപാട് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികരണശേഷം ബി.ജെ.പി. നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും കാര്യങ്ങൾ താൻ പാർട്ടിയോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിന്റെ പരാമർശത്തിൽ ദീപികയുടെ മുഖപത്രത്തിൽ ഒരു പ്രതികരണം വന്നിരുന്നു. ദീപിക ഈയൊരു വിഷയത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും പാലയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഷോൺ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. ദീപിക എഴുതുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടെ അഭിപ്രായമല്ല എന്നാണ് ഇപ്പോൾ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജിന്റെ പ്രതികരണം. ദീപിക സഭയുടെ പടവാളായി നിലകൊള്ളണമെന്നും 6 മാസമായിട്ട് വീക്ഷണം ഏതാണ്, ദീപിക ഏതാണ് എന്ന് തിരിച്ചറിയാനാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദീപികയുടെ നിലപാട് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുമാണ് ഇപ്പോൾ ഷോൺ ജോർജ് പ്രതികരിക്കുന്നത്. എന്നാലും ഈ ഒരു പ്രതികരണ ശേഷം ബി.ജെ.പി. നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നും കാര്യങ്ങൾ താൻ പാർട്ടിയോട് വിശദീകരിച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത്. എന്തായാലും ദീപിക മുഖപത്രത്തിനെതിരെ ഇപ്പോൾ ഒരു പ്രതികരണം നൽകിയിരിക്കുകയാണ്. ദീപിക എഴുതുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടെ അഭിപ്രായമല്ല എന്നാണ് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനും പാലയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജ് പ്രതികരിക്കുന്നത്.